ഏഴിൻ്റെ പണികളുമായി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ലേറ്റസ്റ്റ് ആയിട്ട് 4 പ്രൊമോകൾ റിലീസായിട്ട് ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. അതിൽ ആദ്യത്തെ പ്രൊമോയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. അടുത്ത 3 പ്രൊമോകൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊമോയിൽ ലാലേട്ടൻ എവിക്ഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ എവിക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ബൗളിനകത്ത് കുറച്ച് പേരുകൾ എഴുതിയിട്ടുള്ള കാർഡുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസ് ഒരു ബ്ലാക്ക് കളർ കണ്ണാടി ധരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് എവിക്റ്റഡ് എന്നുള്ളതും മറ്റേ സൈഡ് ഫ്രീ ആയിട്ടുള്ള, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള വൈറ്റ് കളർ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, ഞാൻ ഈ ബൗളിനകത്ത് നിന്നും ഒരു കാർഡ് എടുക്കും. ആ സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് എവിക്റ്റഡ് എന്ന് എഴുതാത്ത മറ്റേ സൈഡ് തുറന്ന് നോക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം പ്രേക്ഷക വിധിപ്രകാരം നിങ്ങൾ എവിക്റ്റ് ആയിരിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവസാനിക്കുകയാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഇന്ന് എവിക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നലെ കലാഭവൻ സരിക എവിക്റ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നലെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രൊമോ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ലാലേട്ടൻ ഓണക്കാലമായില്ലേ, എല്ലാവർക്കും കളറായിട്ടൊരു ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട്, അതായത് പാരമ്പര്യമായി തോന്നുന്ന ഓർമ്മ വരുന്ന കുറച്ച് പൂക്കളുടെ പേര് പറയാനായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഡോക്ടർ ബിന്നി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തെച്ചിപ്പൂവ്, ജമന്തിപ്പൂവ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നെവിൻ പറയുകയാണ് ഉണ്ടപ്പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ഉണ്ടപ്പൂവ് അതെന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ നെവിൻ വീണ്ടും ഈ കുളത്തിലൊക്കെ ഉള്ള താമരയാണെന്ന് തോന്നുന്നു നെവിൻ ഉദ്ദേശിച്ചത്. കുളത്തിലൊക്കെ നീന്തി കളിക്കുന്ന അത്തരത്തിൽ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഞങ്ങൾ ഓണക്കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പുള്ളി മറ്റെന്തോ കാര്യത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കി പറഞ്ഞിട്ട് നെവിനെ ഇരുത്തുകയാണ്. അതിനുശേഷം അനീഷ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശേഷം ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ശേഷം ഏറ്റവും ലാസ്റ്റത്തെ പ്രൊമോ എന്ന് പറയുന്നത് അക്ബറിൻ്റെ പാരഡി ഗാനമാണ്. അതിമനോഹരമായ ഒരു പാരഡി ഗാനം അക്ബർ പാടുന്നുണ്ട്. രേണുസുധിയുടെ പേനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പാട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പാട്ടൊക്കെ അക്ബർ എന്തായാലും പാടുന്നുണ്ട്. ഈ 3-4 പ്രൊമോയിലും നമുക്ക് കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല. പക്ഷേ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രൊമോയിലാണ് ശരിക്കും ലാലേട്ടൻ ഫയർ ആവുന്നത്. അതാണ് പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കേണ്ടിയിരിക്കുന്നു. ജിസയിൽ ആ ഒരു കോഫി പൗഡർ മോഷ്ടിച്ചതും ഒളിപ്പിച്ച് വെച്ചതുമെല്ലാം അതിനെക്കുറിച്ചുള്ള പ്രൊമോയൊന്നും വന്നിട്ടില്ല. അതൊരു പക്ഷേ ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് ചോദിക്കേണ്ടതാണ്. എന്തായാലും മുൻപുള്ള സീസണുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 വേറിട്ട് നിൽക്കുന്നു. പ്രേക്ഷകരുടെ പൾസ് അനുസരിച്ചുകൊണ്ടാണ് ഗെയിം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്.